Good morning. Good morning, Miss. Good morning, Miss. Good morning. Good morning. Morning, ma'am. Good morning, Miss. Good morning. എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്കിയായിരുന്നു മിസ്. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയാ? വായിച്ചു നോക്കിയിരുന്നു. നോക്കിയായിരുന്നു. വായിച്ചു നോക്കിയിരുന്നു. ഓക്കെ. നമ്മൾ എന്തൊക്കെയാ എടുത്തത്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ത്യയിലെ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം. എന്തൊക്കെ പഠിച്ചു അതിനകത്ത്? ആയുഷ്, ആയുർവേദ, യോഗ, യുനാനി, ആയുർവേദ, യോഗ, യുനാനി, And naturopath. സിദ്ധാസ്. ഓക്കെ. നമ്മൾ എന്താണ് ആയുഷിൽ പഠിച്ചത്? ഞാൻ ഒരാളോട് ചോദിക്കാം കേട്ടോ. ആരും മിണ്ടണ്ട, പറയാം. അനുശ്രീ ഒന്ന് പറഞ്ഞേ, ആയുഷിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? അനുശ്രീ. അനുശ്രീ ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ. ആയുഷ് 2014 നവംബർ 9 ആയുഷ് വന്നിരിക്കുന്നത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നേച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ആയുഷ് വന്നിരിക്കുന്നത് ഇവിടെയുള്ള ഫസ്റ്റ് ലെറ്ററിൽ നിന്നാണ്. ആയുഷിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം ആർക്കറിയാം ലക്ഷ്യം? ഒരാള് പറഞ്ഞേ. ആയുഷിന്റെ ലക്ഷ്യം എന്തായിരുന്നു? റസിയ ഒന്ന് പറഞ്ഞ. റസിയ, ആയുഷിന്റെ ലക്ഷ്യം? പറഞ്ഞോ. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യും. ലക്ഷ്യം ആർക്കറിയാം? ട്രഡീഷണൽ കെയറിനെ സപ്പോർട്ട് ചെയ്യുക. ഒന്നുകൂടി പറഞ്ഞേ, എല്ലാവർക്കും കേട്ടോ ഒന്ന് പറഞ്ഞേ. ട്രഡീഷണൽ ഹെൽത്ത് കെയറിനെ സപ്പോർട്ട് ചെയ്യാൻ. ആക്ച്വലി ലക്ഷ്യം അതാണ്. എന്താണ്? ആയുർവേദത്തിലായാലോ അല്ലെങ്കിൽ യോഗയിലായാലോ ഈ 5 ഇത് പറഞ്ഞില്ലേ നമ്മള്? 5 സംഭവങ്ങള്. എന്താണ്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെ? അതിന് എന്താണ്? ആയുർവേദത്തിലായാലോ അല്ലെങ്കിൽ യോഗയിലായാലോ യുനാനിയിലായാലോ എന്തെങ്കിലും എന്താണ് ഗവേഷണങ്ങളൊക്കെ നടത്തി പുതിയ ഇന്നോവേഷൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആയുഷ് മുന്നോട്ട് പോകുന്നത്. പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മള്? ഉണ്ടായിരുന്നാ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാം ലക്ഷ്യം? ആയുർവേദ, യുനാനി അങ്ങനെ പഠിച്ചില്ലേ നമ്മള്? 5 കാര്യങ്ങള്: ആയുർവേദ, യുനാനി, യോഗ. ഇവയിൽ ഏതെങ്കിലും യാലോ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആയുഷ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതാണ് ആയുഷിന്റെ ലക്ഷ്യം. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് ആയുർവേദ? ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. എന്താണ് ആയുർവേദ? മാർട്ടിൻ ഒന്ന് പറഞ്ഞേ. മാർട്ടിൻ.
എന്താണ് ആയുർവേദ? മാർട്ടിനുണ്ടോ? മാർട്ടിൻ ഒന്ന് പറഞ്ഞേ. മാർട്ടിൻ ഒന്ന് പറഞ്ഞേ. മാർട്ടിൻ ഇല്ല. ടിബി ഒന്ന് പറഞ്ഞേ. ടിബി സിയൽസ് എന്താണ് ആയുർവേദ? ടിബി ടിബി ഉണ്ടോ? മാക്സ്വെൽ മാർട്ടിൻ ഇല്ല. ജോഷ്നി ഒന്ന് പറഞ്ഞു. പറഞ്ഞോ. മെന്റൽ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ്. ആയുർവേദം എന്തൊക്കെ പഠിച്ചു നമ്മള്? പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് പറയോ? രോഗത്തിനുള്ള കാരണം, സയൻസ് ഓഫ് ലക്ഷണം, സയൻസ് ഓഫ് ലൈഫ് സയൻസ് ഓഫ് ലൈഫ് ആണ്. പിന്നെ ആയുർവേദ വന്നിട്ട് പ്രോസസ് 5000 ഇയേഴ്സ് മോർ ദാൻ ആയി. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഓരോ കണികകൾ കൂടി ചേർന്നാണ് ഈ 5 ഐറ്റംസ് ആണ്. 5 കണികൾ എന്ന് പറയുന്നത് ആകാശം, ജലം, വായു, അഗ്നി. മനുഷ്യ ശരീരത്തിന് ഈ 5 എലമെന്റ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത്. അതായത് വാത, പിത്ത, കഫ. അതിന് ദോഷം എന്ന് പറയുന്നു. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ആയുർവേദ, നോ സൈഡ് എഫക്ട്സ്. മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന സസ്യത്തിലൂടെ. നാച്ചുറൽ മെത്തേഡിലായിരിക്കും പേഷ്യൻസിന് മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നാച്ചുറൽ മെഡിസിൻ ആണ്. കഷായം, ഓയിൽ അങ്ങനെ ആയിരിക്കും. ബോഡി, പോസിറ്റീവ് മൈൻഡ്, ഹാപ്പിനെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. യോഗയില് നമ്മൾ എന്തൊക്കെ പഠിച്ചു? യോഗയുടെ ബെനിഫിറ്റ് എന്താ? സയൻസ് ആൻഡ് ഹാപ്പിനെസ്, ഹെൽത്തി ബോഡി പ്രൊവൈഡ് ചെയ്യുന്നു. പോസിറ്റീവ് മൈൻഡ് ഉണ്ടാകുന്നു. പ്രിവെന്റ് ഹോർമോൺ അനുശ്രീ മാത്രം പറഞ്ഞോ. അനുശ്രീ പറഞ്ഞോ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോ. ഹാപ്പിനെസ്, ഹെൽത്ത് ബോഡി പ്രൊവൈഡ് ചെയ്യുന്ന, പിന്നെ പോസിറ്റീവ് മൈൻഡ്, ഹോർമോൺ ഡിസീസ് പ്രിവെന്റ് ചെയ്യുന്ന, മെന്റലി പിന്നെ മെന്റലി, സ്പിരിച്വലി, ഫിസിക്കലി മെച്ചപ്പെടുത്തുന്നു. മതി മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുനാനി സിസ്റ്റം. ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ഹിപ്പോക്രാറ്റ്. ഞാൻ പറയാം. സനു സനു എന്താണ് യുനാനി സിസ്റ്റം? സനു തങ്കപ്പൻ. സനു ഉണ്ടോ? സനു തങ്കപ്പൻ. ഹ്യൂമൻ ഡിസീസിൽ വരുന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാ ഞാൻ എഴുതി തന്നത്? ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. പിന്നെ ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ് ഇദ്ദേഹം ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. ഗ്രീക്ക് ഇത് സിസ്റ്റം ബേസ്ഡ് ഓൺ 2 തിയറീസ്. അതായത് ചതുർദോഷ തിയറി ആൻഡ് ഭൂത തിയറി. ഈ സിസ്റ്റം 4 കമ്പോണൻസ് ആർ ഹ്യൂമൻ ബോഡി, ബ്ലഡ്, കഫം, ബൈൽ, ബ്ലാക്ക് ബൈൽ. ഇതിനകത്ത് ഏതെങ്കിലും വർണ്ണത്തിന്
അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുകയോ കുറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗങ്ങൾ വരാൻ കാരണമാവും. ഓക്കെ. നെക്സ്റ്റ് ആണ് സിദ്ധ സിസ്റ്റം. സെയിം കൺസെപ്റ്റ് ഓഫ് പറഞ്ഞോ. ആയുർവേദയിലെ അതേ കൺസെപ്റ്റ് ആണ്. അതില് 5 ഐറ്റംസ് ആണ് ഒരു ഒബ്ജക്റ്റ് ഭൂമിയിലുള്ളത്. വായു, ജലം, അഗ്നി, ആകാശം, ഭൂമി. ഇത് പഞ്ചമഹാഭൂതങ്ങൾ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് അത് ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് തമിഴ്നാട്ടിൽ നിന്നാണ്. പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾ ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഓക്കെ, പഠിച്ചില്ലേ നമ്മള്? നെക്സ്റ്റ് നോക്കാം. ഓക്കെ. ഒരാളൊന്ന് വായിച്ചേ നാച്ചുറോപ്പതി എന്താന്ന് വായിച്ച ഒരാള്. Believes that all diseases are due to accumulation. Naturopathy believes that all diseases arise owing the accumulation of morbid matter in the body, and if scope is given for its removal, it provides cure or relief. എന്താ മനസ്സിലായത്? Accumulation of morbid matter. ക്ലിയർ ആയില്ലേ? എന്താ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ, സൗണ്ട് ക്ലിയർ അല്ല. ഒന്ന് പറഞ്ഞേ. ഒരു ചാപ്റ്റർ വായിച്ചില്ലേ? അതിന്റെ എക്സ്പ്ലനേഷൻ പറയാനാ പറഞ്ഞത്. ചാപ്റ്റർ എടുത്തു വെച്ചാൽ 1, 2, 3 മൂന്നാമത്തെ എടുക്കണം. 4 എടുത്തു കഴിഞ്ഞു, 20 എടുത്തു കഴിഞ്ഞു. 5 ചാപ്റ്റർ എടുക്കുന്ന 2 എടുക്കും. നാച്ചുറോപ്പതി വായിച്ചാലോടെ? നാച്ചുറോപ്പതി വായിച്ചത് നാച്ചുറോപ്പതി വായിച്ചില്ലേ? അതിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ പറയാം. ഒന്നും ക്ലിയർ ആവണില്ല സൗണ്ട് ഒന്നും. ഓൾ മ്യൂട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. നാച്ചുറോപ്പതിയാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. നാച്ചുറോപ്പതി believes that all diseases arise owing to accumulation of morbid matter in the body, and if scope is given for its removal, it provide cure and relief. എന്താണ് morbid എന്ന് പറഞ്ഞാല്? What do you mean by morbid? മോർബിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിഷപദാർത്ഥങ്ങൾ എന്നാണ് അർത്ഥം. വിഷപദാർത്ഥങ്ങൾ. അപ്പൊ എന്താണ്? നമ്മുടെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് മൂലം, അക്യുമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഞ്ഞുകൂടി കിടക്കുക. അപ്പൊ എന്താണ്? നമ്മുടെ ശരീരത്തില് വിഷപദാർത്ഥങ്ങൾ, മോർബിഡ് മീൻസ് വിഷപദാർത്ഥങ്ങൾ, ആ വിഷപദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നത് മൂലമാണ് നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് നാച്ചുറോപ്പതിയിൽ പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾക്ക് വെയിറ്റ് കൂടി, ഓവർ വെയിറ്റ് ആയി, അപ്പൊ അയാൾക്ക് തണ്ടലുവേദനയും കാലുവേദനയൊക്കെ വന്നു. അപ്പൊ അയാൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ ഡോക്ടർ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ആണ്, നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? വെയിറ്റ് കുറയ്ക്കാനായിട്ട്? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ലേ? വെറുതെ ഇരിക്കോ? എക്സസൈസ് ചെയ്യോ? അല്ലെ? ശരിയാണ്, എക്സസൈസ് ചെയ്യും. ഒന്നല്ലെങ്കിൽ ജിമ്മിൽ പോവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ വെയിറ്റ് കുറയും. അപ്പൊ എന്താണ്? നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ഫാറ്റ് മനസ്സിലായോ? ആ ഫാക്റ്റിനെയാണ് പറയുന്നത് എന്ത്? മോർബിഡ് എന്ന് പറഞ്ഞാല് വിഷപദാർത്ഥങ്ങൾ. നമ്മുടെ ശരീരത്തില് അടിഞ്ഞുകൂടി കിടക്കുന്ന ആ വിഷപദാർത്ഥങ്ങളെയാണ് ഫാറ്റുകൾ എന്ന് പറയുന്നത്. ഫുഡ് കൺട്രോൾ ഒക്കെ ചെയ്യും.
ഓക്കെ. അപ്പൊ നമ്മുടെ ശരീരത്തില് അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ഫാറ്റ് അല്ലെങ്കിൽ ആ വിഷപദാർത്ഥങ്ങള് പോയി കഴിഞ്ഞാൽ എക്സസൈസ് ഒക്കെ ചെയ്ത് അത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വെയിറ്റ് കുറയും. അപ്പൊ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും. അതാണ് പറയുന്നത് നാച്ചുറോപ്പതിയില് എന്താണ് നമ്മുടെ ശരീരത്തില് അടിഞ്ഞുകൂടി കിടക്കുന്ന വിഷപദാർത്ഥങ്ങള് ആ വിഷപദാർത്ഥങ്ങള് ദഹിപ്പിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് എന്ത് സംഭവിക്കും? ഡിസീസസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായില്ലേ? ലെക്ചർ നോട്ടായിട്ട് എഴുതി വെച്ചോൾട്ടാ. ഇനി ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ് അറിയോ? ഹോമിയോപ്പതിയുടെ പിതാവ്, ഫാദർ ഓഫ് ഹോമിയോപ്പതി, സാമുവൽ ഹാനിമാൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ജസ്റ്റ് നോട്ടായിട്ടൊന്ന് എഴുതി തരാം കേട്ടോ മിസ്, എഴുതിക്കോളൂ. ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. 18th കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. 18th century. ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ? കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. ഫാദർ ഓഫ് ഹോമിയോപ്പതി, ഒരു ഹൈഫൺ ഇടാം, സാമുവൽ ഹാനിമാൻ. സാമുവൽ ഹാനിമാൻ. ഫാദർ ഓഫ് ഹോമിയോപ്പതി സാമുവൽ ഹാനിമാൻ. നെക്സ്റ്റ് പോയിന്റ്, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. Homeopathy and naturopathy is a medical system. Homeopathy and naturopathy is a medical system based on the belief that body can cure itself. Homeopathy and naturopathy is a medical system based on the belief that body can cure itself. കമന്റ് ബോക്സിലുണ്ട്. എക്സ് ആൻഡ് എന്നാണ് എടുത്തേക്കണത്, അത് ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്ന് എഴുതണം കേട്ടോ.
അപ്പൊ എന്താണ് പറഞ്ഞത്? ഹോമിയോപ്പതിയിലായാലും നാച്ചുറോപ്പതിയിലായാലും നമ്മുടെ ബോഡിക്ക് തന്നെത്താനെ എന്താണ് രോഗം മാറ്റാനുള്ള കഴിവുണ്ടെന്നാണ് പറയണത്. തേർഡ് പോയിന്റ് അതാണ് പറയണത്. എന്താണ്? ഹോമിയോപ്പതിയിലായാലും നാച്ചുറോപ്പതിയിലായാലും നമ്മുടെ ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ, പ്രതിരോധ ശക്തി. അതെന്താണ്? നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോ ഇപ്പോ നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞു, ഇപ്പോ ഹോമിയോപ്പതിയിലായാലും ആയുർവേദത്തിലായാലും എന്തുണ്ട്, മരുന്ന് കൊടുക്കുമ്പോ രോഗം കൂടും. ആദ്യം രോഗം കൂടിയിട്ടേ കുറയുള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ? നമ്മുടെ ബോഡി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം പിടിക്കും അല്ലെ ആ മരുന്ന്. അതിനുശേഷം ബോഡി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗം താനേ കുറയും. ഓക്കെ ആണോ? ഇതാണ് ആ പോയിന്റിൽ പറയണത്. നമ്മുടെ ഇപ്പോ ഹോമിയോപ്പതിയിലായാലും നാച്ചുറോപ്പതിയിലായാലും പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് അസുഖങ്ങൾ കടന്നു വരുമ്പോ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള തടയാനായിട്ടുള്ള എന്തുണ്ട്? ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്രതിരോധ ശക്തി ഉണ്ടെന്നാണ് പറയണത്. ഓക്കെ, ഇനി ഏതെങ്കിലും പോയിന്റ് പറയണോ? ഫസ്റ്റ് തന്നെ എന്താ പറഞ്ഞത് നമ്മള്? ഹോമിയോപ്പതി ഡെവലപ്പ് ആയിട്ടുള്ളത് 18th സെഞ്ചുറിയിലാണ്. അതിന്റെ പിതാവ് ആരായിരുന്നു? സാമുവൽ ഹാനിമാൻ. ഇനി ഹോമിയോപ്പതിയിലും നാച്ചുറോപ്പതിയിലും പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും രോഗങ്ങൾ കടന്നു വന്നാല് ശരീരത്തിന് തന്നെത്താനെ അത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയിൽ പ്രതിരോധ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. എല്ലാവരും നോട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ നോട്ട് ചെയ്തി? ഓക്കെ, ക്യൂർ എന്ന് പറഞ്ഞാല് പ്രതിവിധി എന്നൊക്കെ പറയില്ലേ? പ്രതിവിധി. ആ ഓക്കെ, ഇനി നമ്മള് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. എന്താണ് മോഡേൺ സിസ്റ്റം? ഹെൽത്ത് കെയർ സിസ്റ്റം എന്താണ്? അലോപ്പതി അല്ലെ, ഇംഗ്ലീഷ് മരുന്നുകളുടെ സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ മോഡേൺ allopathic healthcare system in India includes a public sector, private sector, and an informal network of care providers. എന്താണ് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇൻക്ലൂഡ് ആയിട്ടുള്ള സെക്ടറുകൾ ഏതൊക്കെയാണ്? പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ, ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. പബ്ലിക് സെക്ടർ എന്തായിരിക്കും? പബ്ലിക് സെക്ടേഴ്സ് എന്തായിരിക്കും? പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൊതുമേഖല, ഗവൺമെന്റ്. അതുപോലെ പ്രൈവറ്റ് എന്തായിരിക്കും? പ്രൈവറ്റ് സ്വകാര്യ മേഖല. ഓക്കെ, ഇനി ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ആർക്കെങ്കിലും അറിയോ അതെന്താണ്? ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് അറിയോ? പബ്ലിക് സെക്ടർ എന്താന്ന് പറഞ്ഞു അല്ലെ, ഗവൺമെന്റ് സെക്ടേഴ്സ്. അതുപോലെ പ്രൈവറ്റ് സെക്ടർ നമുക്കറിയാം. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറഞ്ഞു തരാം. ആതുര സേവന രംഗം. ആതുര സേവന രംഗം. ഈ കിടപ്പ് രോഗികളെ അല്ലെങ്കിൽ സ്ട്രക്ചർ വീൽ ചെയറിലിരിക്കുന്ന രോഗികളെയൊക്കെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുവരാനായിട്ട് കുറെ ആളുകൾ വരില്ലേ? അവരെ പറയുന്നതാണ് എന്ത്? ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ആംബുലൻസ് കെയർ സർവീസ് ഒക്കെ. ഓക്കെ, പാലിയേറ്റീവ് കെയർ. ഓക്കെ, ശരിയാണ് കേട്ടോ. അപ്പൊ എന്താണ് പബ്ലിക് സെക്ടർ? എന്താണ് മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ എത്ര തിരിച്ചിട്ടുണ്ട്? പബ്ലിക് സെക്ടർ എന്നും പ്രൈവറ്റ് എന്നും അതുപോലെ ഇൻഫോർമൽ
നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് മനസ്സിലായില്ലേ? ഇനി പറയണോ? വീൽ ചെയറിൽ ഇരിക്കുന്നവരെയും അല്ലെങ്കിൽ സ്ട്രക്ചറിൽ കിടപ്പ് രോഗികളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറെ അധികം ആളുകൾ ഓടി വരില്ലേ, ആംബുലൻസ് കെയർ സർവീസ് ഒക്കെ. അതിനെയാണ് പറയുന്നത് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇൻ ഇന്ത്യസ് ഹെൽത്ത് സിസ്റ്റം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഡിസ്റ്റിങ്ക്ട് ഫേസ്. എന്താണ്? ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ എത്ര തിരിച്ചിട്ടുണ്ട്? 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 3 ഫേസുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫേസ് നോക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ചേ കേട്ടോ. ആരെങ്കിലും ഒരാളൊന്ന് വായിക്കോ? In the initial health phase of 1947-1983, health policy was thought to be based on two board principles. Okay. First principle എന്താ? വായിച്ചോ. None should be denied health care because of the lack of pay. Second principle, it was the moral duty to provide health care to the people. The past so moderate achievements. സതീര എന്താ മനസ്സിലായത് വായിച്ചിട്ട്? എന്താ വായിച്ചിട്ട് മനസ്സിലായെന്ന് പറഞ്ഞാന്ന്? ഫസ്റ്റ് ഫേസിൽ ഇനീഷ്യൽ ഫേസിൽ എന്താ മനസ്സിലായേ? The initial phase 1947-1983 ആണ്. Health policy was thought to be two board principles. ഏതൊക്കെയാണത്? മാർട്ടിൻ മ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. Health care because of the lack of pay. അതെന്താ മനസ്സിലായേ? ഇല്ലാത്ത കാരണം ഹെൽത്ത് കെയർ ഡിനേ ചെയ്യാതിരിക്കുക. ഓക്കെ, ഡിനൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത്. ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? അത് നമ്മുടെ മോറൽ ഡ്യൂട്ടിയാണ്, സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടിയാണ് ഒരു വയ്യാത്ത ആൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ, താങ്ക്സ് പറയാം. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ സ്റ്റേജ് ആണ് ഇനീഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. അത് 1947 to 1983 വരെയാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അതിനകത്ത് 2 പ്രിൻസിപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് പേ അല്ലെ? എന്താണ്? കാശില്ലാത്തത് മൂലം ഒരാൾക്കും ചികിത്സ നിഷേധിക്കരുത് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി, പ്രധാനമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് എന്ത്? എല്ലാ ജനങ്ങൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? എന്താണ്? കാശില്ലാത്തത് മൂലം ഒരാൾക്കും ചികിത്സ നിഷേധിക്കരുത്. ഇപ്പൊ ബ്രിട്ടീഷുകാർ വന്നിട്ടുണ്ടായല്ലേ ഇന്ത്യയിലും? അവരുടെ കാലഘട്ടത്തൊക്കെ എന്തായിരുന്നു? ജന്മിത്ത വ്യവസ്ഥ, അടിയാന്മാര്, ജന്മിമാരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അവർക്കായിരുന്നു സമൂഹത്തില് പ്രഥമ സ്ഥാനം കൊടുത്തിരുന്നത്. മോഡേൺ അലോപ്പതിക് ട്രീറ്റ്മെന്റുകൾ ആ ബ്രിട്ടീഷുകാരുള്ളപ്പോ ഉണ്ടായിരുന്നു. ഡിനായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷേധിക്കരുത് എന്നുള്ളത്. ഓക്കെ, അപ്പോ എന്താണ്? ബ്രിട്ടീഷുകാരുള്ളപ്പോഴും എന്താണ് ഇന്ത്യയില് അലോപ്പതിക് മെഡിസിൻ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോ അവരുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു? ജന്മിമാര്, അടിയാന്മാര് എന്നിവരുടെ കാലഘട്ടമായിരുന്നു. അപ്പോ പാവപ്പെട്ടവർക്കൊന്നും താഴ്ത്തട്ടിലായിരുന്നു അല്ലെ? അവർക്കൊന്നും ഒരു ഇതൊന്നും കൊടുത്തിരുന്നില്ല. എന്താണ്? ഒരു കൺസിഡറേഷനോ അല്ലെങ്കിൽ ചികിത്സയോ ഒന്നും
ആ ടൈമിൽ അവർ കൊടുത്തിരുന്നില്ല. ഏറ്റവും മുൻപന്തിയിൽ നിലനിന്നവരാരായിരുന്നു? അടിയാന്മാര്, ജന്മിമാര്, ബ്രാഹ്മണന്മാരൊക്കെ ആയിരുന്നു മുൻപിൽ നിന്നിരുന്നത്. അവർക്കായിരുന്നു ഹെൽത്ത് കെയർ ഒക്കെ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ പോയതിനു ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നു? പോളിസി കൊണ്ടുവന്നു. പോളിസിയിൽ മാറ്റം വരുത്തി. എന്താണ്? പാവപ്പെട്ടവനെന്നോ കാശില്ലാത്തവനെന്നോ ഇല്ലാതെ എല്ലാവർക്കും എന്ത് കൊടുക്കണം? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു പോളിസി കൊണ്ടുവന്നു. അതാണ് ഫസ്റ്റ് ഫേസില് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? കാശില്ലാത്തത് മൂലം ആർക്കും എന്താണ്? ചികിത്സ നിഷേധിക്കാൻ പാടില്ല, എല്ലാവർക്കും ചികിത്സ വേണം എന്നുള്ളൊരു രീതിയിലായിട്ട് വന്നു. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. എന്ത്? എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അതൊക്കെ ഒരു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. എന്ന പോലെ തന്നെ എന്താണ്? സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. എന്ത്? എല്ലാ ജനങ്ങൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് മനസ്സിലായോ? അപ്പൊ എന്താണ് ഇനീഷ്യൽ സ്റ്റേജിൽ പറഞ്ഞത്? എന്താണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്? 1947 to 1983 ആണ്. അതിനകത്ത് 2 പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കാശില്ലാത്തത് മൂലം അല്ലെങ്കിൽ പണമില്ലാത്തത് മൂലം ഒരാൾക്കും എന്ത് നിഷേധിക്കാൻ പാടില്ല? ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തത് എന്താണ്? സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. എന്ത്? ഹെൽത്ത് കെയർ എല്ലാ ജനങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജ് ആരെങ്കിലും ഒന്ന് വായിച്ചേ. സെക്കൻഡ് സ്റ്റേജ് ആരെങ്കിലും ഒന്ന് വായിച്ചേ. A national health policy was proclaimed for the first time 1983, which pronounced clearly the need to be encourage private initiative in healthcare service delivery. The policy also intensified the access of publicity funded primary healthcare. ഓക്കെ, എന്താ മനസ്സിലായത് അതിനകത്തുനിന്ന്? സെക്കൻഡ് പേപ്പർ എന്തൊക്കെ മനസ്സിലായി? 1983-ലാണ് പറഞ്ഞോ. encourage the healthcare service delivery. 1983 നാഷണൽ ഹെൽത്ത് പോളിസി ഫസ്റ്റ് പ്രഖ്യാപിച്ചത് 1983 ഇത് ക്ലിയർലി പ്രൊനൗൺസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ഹെൽത്ത് സർവീസ് ഡെലിവറിക്ക് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇത് ഉച്ചരിച്ചത്, പ്രൊനൗൺസ് ചെയ്യിപ്പിച്ചത്. പോളിസി ഓൾസോ ഇന്റൻസിഫൈഡ് ടു ആക്സസ് ആ പോളിസി ഓൾസോ ഇന്റൻസിഫൈഡ് ടു ആക്സസ് പബ്ലിസിറ്റി ഓഫ് ഫണ്ടഡ് പ്രൈമറി ഹെൽത്ത്. അതായത് ആ പോളിസി തന്നെ അവർ തന്നെ ഒന്നുകൂടി തീവ്രമാക്കി. എന്നിട്ട് ആ പബ്ലിക് ഫണ്ടഡ് പ്രൈമറി ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പറയാട്ടോ മിസ് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഇനി സെക്കൻഡ് ഫേസ് ആണ് പറയാൻ പോകുന്നത്. സെക്കൻഡ് ഫേസിൽ എന്താണ്? നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലൈനഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളംബരം ചെയ്യപ്പെട്ട. പ്രൊക്ലൈനഡ് മീൻസ് എന്താണ്? വിളംബരം ചെയ്യപ്പെട്ട. ഓക്കെ, അപ്പോ നാഷണൽ ഹെൽത്ത് പോളിസി വന്നത് എന്താണ്? നാഷണൽ ഹെൽത്ത് പോളിസി വന്നത് എന്നാണ്? 1983-ലാണ്. അപ്പോ എന്താണ്? ഫസ്റ്റ് ഫേസിൽ നമ്മൾ പറഞ്ഞു എല്ലാ ഡ്യൂട്ടിയും അല്ലെ, മോറൽ ഡ്യൂട്ടി, സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് എന്താണ്? എല്ലാ ജനങ്ങൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്ന പോളിസി ആയിരുന്നു, പ്രിൻസിപ്പൾ ആയിരുന്നു ഫസ്റ്റ് ഫേസിൽ അവർ കൊണ്ടുവന്നത്.
ഇനി സെക്കൻഡ് ഫേസ് ആയപ്പോ 1983 നാഷണൽ ഹെൽത്ത് പോളിസി വന്നു. അതിനകത്ത് എന്താണ് പറയണത്? ഗവൺമെന്റ് എന്ത് ചെയ്തു? പ്രൈവറ്റിനെയും അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും ഈ ഹെൽത്ത് കെയർ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ ഗവൺമെന്റും പ്ലസ് പ്രൈവറ്റ് സെക്ടറും കൂടിയായി ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്തായിരിക്കും? എക്കണോമിക് പ്രോബ്ലംസും അതുപോലെ ഗവൺമെന്റിലെ എംപ്ലോയീസ് ഇല്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോ എന്താണ്, അവർക്ക് കറക്റ്റ് രീതിയിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോ പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ടുപേർക്കും ഒരുമിച്ച് എന്താണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാം അല്ലെ. അപ്പോ സെക്കൻഡ് ഫേസിൽ പറയുന്നത് നാഷണൽ ഹെൽത്ത് പോളിസി വന്നിരിക്കുന്നത് 1983 അപ്പോ സ്റ്റേറ്റ് എന്ത് ചെയ്തു? ആ ടൈമിൽ സ്റ്റേറ്റ് എന്ത് ചെയ്തു? പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും കൂടി ഹെൽത്ത് കെയറിന്റെ ചുമതല നൽകി. ഓക്കെ ആണോ? ഇപ്പോ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പല പല സ്റ്റേറ്റുകളിലും കുറെ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ്, ഗവൺമെന്റിന് ചില സമയങ്ങളിൽ അവരുടെ അടുത്ത് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് എത്താൻ പറ്റില്ല. അപ്പൊ പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും കൂടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ചില എന്താണ് പറയാ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെറിയ ചെറിയ മോഡേൺ ഹോസ്പിറ്റലുകൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്, സെക്കൻഡ് ഫേസിൽ പറയുന്നത് സ്റ്റേറ്റും പ്ലസ് പ്രൈവറ്റും കൂടിയായി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ എന്താണ്, അല്ലെങ്കിൽ കുറെ അധികം സ്റ്റേറ്റുകൾ ഉണ്ടല്ലേ, ആ സ്റ്റേറ്റുകളിൽ തന്നെ കുഞ്ഞി ഗ്രാമപ്രദേശങ്ങൾ ഉണ്ടാവും. ആ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചിലപ്പോ ഗവൺമെന്റിന് എപ്പോഴും ഒരുമിച്ച് എത്താൻ പറ്റില്ല. അതുകൊണ്ട് പ്രൈവറ്റും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് കണ്ടോ താഴെ? അതെന്താ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്? നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഗ്രാമങ്ങളിലൊക്കെ ക്യാമ്പുകള് ടെന്റൊക്കെ കെട്ടിയിട്ട് ചെറിയ ഗ്രാമങ്ങളില് കണ്ടിട്ടില്ലേ? ഡോക്ടർമാരും കുറച്ച് നഴ്സുമാരൊക്കെ വന്നിട്ട് അവിടുത്തെ രോഗികൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്, അവർ പ്രഷർ ചെക്ക് ചെയ്യുക, അങ്ങനെ കണ്ടിട്ടില്ലേ? അതാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന് എക്സാമ്പിൾ കേട്ടോ. മനസ്സിലായില്ലേ അത്? ഓക്കെ, അപ്പൊ എന്താണ് സെക്കൻഡ് ഫേസിൽ പറയുന്നത്? എന്താണ് 1983 to 2000 ആണ്. 2000 അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ക്യാമ്പുകളിൽ ഇപ്പോ എന്താണ് കണ്ണ് പരിശോധന അല്ലെങ്കിൽ അവരുടെ പ്രഷർ ചെക്ക് ചെയ്യല്, അങ്ങനെ കണ്ടിട്ടില്ലേ ചില സിനിമകളിൽ? ടെന്റ് ഒക്കെ കെട്ടിയിട്ട്. ടെന്റ് മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. ഇനി അപ്പൊ എന്താണ് സെക്കൻഡ് ഫേസിൽ എന്താ പറഞ്ഞത്? മെഡിക്കൽ ക്യാമ്പുകൾ. അതാണ്. അപ്പൊ സെക്കൻഡ് ഫേസിൽ എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റിന് എല്ലായിടത്തും എത്താൻ പറ്റാത്തത് കൊണ്ട് പ്രൈവറ്റിനെയും കൂടി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. അപ്പോ അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മോഡേൺ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലുകൾ വരാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ നമ്മള് ഹെൽത്ത് കെയർ, അവിടെ ഡോക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ കുറച്ച് നഴ്സുമാർ വന്നിട്ട് രോഗികൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. മെഡിക്കൽ ക്യാമ്പുകളൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, സെക്കൻഡ് ഫേസ് മനസ്സിലായില്ലേ? സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫേസ് മനസ്സിലായില്ലേ? എന്താണ് സ്റ്റേറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി ആയിരുന്നു എല്ലാ ജനങ്ങൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത്. അതുപോലെ സെക്കൻഡ് ഫേസ് വന്നപ്പോ അവർക്ക് എന്താണ് ചിലപ്പോ ഗവൺമെന്റിന്റെ എംപ്ലോയീസിലൊക്കെ കുറവ് വരുന്നത് മൂലം എല്ലായിടത്തും അവർക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പൊ എന്ത് ചെയ്തു? പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും കൂടി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. അപ്പോ ഗവൺമെന്റ് പ്ലസ് പ്രൈവറ്റും കൂടി എന്ത് വന്നു? ഹെൽത്ത് കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു. ഓക്കെ,
അതാണ് നിങ്ങൾ കാണുന്ന മെഡിക്കൽ ക്യാമ്പ്. ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ വന്നിട്ട് കുറെ അധികം ഈ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ടെന്റ് ഒക്കെ കെട്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ സിനിമയില്, അത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് അതൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. മനസ്സിലായോ? സെക്കൻഡ് ഫേസ് മനസ്സിലായോ? ഇനി പറയണോ? ഓക്കെ അല്ലേ? തേർഡ് ഫേസിലോട്ട് പോട്ടെ മിസ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് 2000. ഒന്ന് വായിച്ചോ ഒരാളൊന്ന് വായിക്കോ? With the third phase post 2000, witnessing a further shift and weakening of focus, the current phase address main issues such as a public-private partnership, liberalization of insurance sector, and the government as a financier. എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായേ വായിച്ചിട്ട്? രണ്ടായിരത്തിന് ശേഷമുള്ള ഘട്ടമാണ് തേർഡ് ഫേസ്. കൂടുതൽ മാറ്റത്തിനും ശരിയാണ്. ശ്രദ്ധാകേന്ദ്രം വിശാലമാക്കുന്നതിനും സാക്ഷ്യം വഹിക്കുന്നു. സ്വകാര്യ പങ്കാളിത്തം, ഉദാരവൽക്കരണം, ധനസഹായം എന്ന നിലയിൽ സർക്കാർ തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഗവൺമെന്റ് ഫിനാൻഷ്യർ പറയാട്ടോ മിസ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് 2000 ആ ഫേസ് ആണ് നമ്മൾ പറയുന്നത്. തേർഡ് ഫേസിൽ എന്താണ്? നമ്മൾ സെക്കൻഡ് ഫേസിൽ പറഞ്ഞല്ലേ, എന്ത് പ്രൈവറ്റും പബ്ലിക്കും കൂടി എന്തായിരുന്നു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലോട്ട് വന്നു. അപ്പോ ആ സെക്കൻഡ് വരിയിൽ കണ്ടോ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അത് തുടങ്ങിയ അടിയിലോട്ട് വരച്ചോളൂ. അതാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ്? തേർഡ് ഫേസിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ആയിട്ട് വരികയും അതുപോലെ എന്താണ് ഉദാരവൽക്കരണം, എന്താണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാല് ഉദാരവൽക്കരണം. ഓക്കെ, ഓഫ് ഇൻഷുറൻസ് സെക്ടർ നിങ്ങൾ കേട്ടിട്ടില്ലേ? മറ്റേ എന്താണ് RSBY കാർഡ് കേട്ടിട്ടുണ്ടോ? RSBY കാർഡ് ഇൻഷുറൻസ് കൊടുക്കണത് രോഗികൾക്ക്. ഓക്കെ, അപ്പൊ ആ ഇൻഷുറൻസ് സർവീസ് ചെയ്യാനായിട്ട് രോഗികൾക്ക് ഇൻഷുറൻസ് സർവീസ് കൊടുക്കാനായിട്ട് തുടങ്ങി. അതുപോലെ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ ആയിട്ട് പ്രവർത്തിക്കാനും തുടങ്ങി. ഓക്കെ, എന്താണ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? 2 പ്രിൻസിപ്പിൾ ആണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? എന്താണ്? കാശില്ലാത്തത് മൂലം രോഗികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പറയാം ഹെൽത്ത് കെയർ നിഷേധിക്കാനായിട്ട് പാടില്ല. പിന്നെ എന്താണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞത്? സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറിയത് രോഗികൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് സ്റ്റേജ് ആയപ്പോഴേക്കും എന്ത് ചെയ്തു? ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. തേർഡ് സ്റ്റേജ് ആയപ്പോഴേക്കും എന്ത് ചെയ്തു? രോഗികൾക്ക് ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് വരികയും അങ്ങനെ രോഗികൾക്ക് എന്ത് ഇപ്പോ RSBY കാർഡിൽ എങ്ങനെയാണ്? നമ്മുടെ രോഗി അഡ്മിറ്റ് ആയി അത് കഴിഞ്ഞ് എന്ത് ഡിസ്ചാർജ് ആവണ പ്രോസസ്സ് വരെയുള്ള ബില്ലുകള് ഗവൺമെന്റിലോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്യാഷ് നമ്മൾക്ക് ഗവൺമെന്റ് തരുമല്ലേ? അതാണ് ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഷുറൻസ് രോഗികൾക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി തേർഡ് സ്റ്റേജിൽ. ഓക്കെ ആണോ? മനസ്സിലായില്ലേ?
അതിന്റെ ആ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. റീഫണ്ട് ചെയ്ത് കിട്ടും. അതന്നെ, ക്യാഷ് റീഫണ്ട് ചെയ്ത് കിട്ടും നമുക്ക്. ആ ബില്ലൊക്കെ ഗവൺമെന്റിലോട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാശായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് കിട്ടും, നമ്മുടെ കയ്യിലോട്ട് പണം കിട്ടും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, ആ ഇത് വരും അല്ലെ, എമൗണ്ട്, അങ്ങനെയല്ലേ? ഏതാ പറയേണ്ടത്? ഫർവിൻ സഫ ഏതാ പറയണ്ടേ? ഏതാ പറയണ്ടേ? തേർഡ് ഫേസ്. തേർഡ് ഫേസിൽ എന്താണ്? പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് ആയിട്ട് വന്നു. എന്താണ്? ഗവൺമെന്റും പ്രൈവറ്റും തമ്മിൽ എന്താണ്? സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞില്ലേ, ഗവൺമെന്റിന് തന്നെ എന്താണ് ഹെൽത്ത് കെയർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്താണ്? പ്രൈവറ്റും കൂടി ചേർത്തു അല്ലെ? അതുപോലെ ഇവിടെ തേർഡ് ഫേസിൽ അപ്പോ പ്രൈവറ്റും പബ്ലിക് പാർട്ണർഷിപ്പ് ഉണ്ടാവുകയും ഇൻഷുറൻസ് സർവീസ് ഒക്കെ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇൻഷുറൻസ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? RSBY കാർഡ് അല്ലെ, കാരുണ്യ ചികിത്സാ പദ്ധതി, അങ്ങനെ അത്തരത്തിലുള്ള ഇൻഷുറൻസ് സർവീസുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ എന്ന നിലയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഗവൺമെന്റിന്റെ നിന്നല്ലേ കാശ് കിട്ടുന്നത് അവർക്ക്. ഓക്കെ ആണോ? തേർഡ് ഫേസ് മനസ്സിലായില്ലേ? ആ 3 സെന്റൻസ് മാത്രം നോക്കിയാൽ മതി. ആരാ പറയാ ഈ 3 ഫേസും? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. സഫ പറഞ്ഞാ നോക്കട്ടെ. സഫ ഒന്ന് പറഞ്ഞേ, പറഞ്ഞോ. ഫസ്റ്റ് ഫേസില് അവര് പറയുന്ന എന്താ, കാശില്ലാത്ത പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കരുത് എന്നുള്ള രീതിയിലായി. പിന്നെ ഹെൽത്ത് കെയർ സെക്ടറിലുള്ളവരുടെ കടമയായിരുന്നു ആർക്കൊക്കെ ചികിത്സ വേണ്ടത് അത് അങ്ങനത്തെ രീതിയിൽ കൊടുക്കുക എന്നുള്ളത്. സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറിയിട്ടാ. സെക്കൻഡിൽ പറയുന്നത് മോറൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ്. അടിയിൽ വരയ്ക്കാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത്. സെക്കൻഡ് ഫേസ് 1983 തൊട്ടിട്ട് 2000 വരെയുള്ള ഒരു പീരീഡിലായിരുന്നു. അത് എന്താ 1983 പ്രൊക്ലെയിം ചെയ്തത് നാഷണൽ ഹെൽത്ത് പോളിസി. എന്താ ഹെൽത്ത് സെക്ടറിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകണമെന്ന് പ്രഖ്യാപിച്ചു. പിന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് ആരെയാണ് കൂട്ടിച്ചേർത്തത്? ഗവൺമെന്റും പിന്നെ ഗവൺമെന്റും നാഷണൽ ഹെൽത്ത് പോളിസി പ്രൈവറ്റ് സെക്ടറും കേട്ടോ. പ്രൈവറ്റ് സെക്ടറും കൂടി എന്ത് ചെയ്തു? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ എന്തായിരുന്നു വരുന്നത്? തേർഡ് ഫേസില് 2000 കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡിലാണ് വന്നേ. അതില് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും കൂടി ആയിട്ട് വന്നു. പിന്നെ അവര് ഇൻഷുറൻസ് സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തു. അവിടെ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ എന്ന രീതിയിൽ ആയി. അപ്പൊ മനസ്സിലായില്ലേ? നീ പറയണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോണേണ്. The healthcare infrastructure in rural area being developed as a 3-tier system. Healthcare 3-tier സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് 3-tier സിസ്റ്റം? സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? സബ് സെന്റർ. ഒന്ന് വായിച്ചാരെങ്കിലും നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്ന ആ വാക്കുകളാണ്. Centers. Rural areas health sub center. Primary care, Primary care. services, immunization and referral sub centers are usually temporary structures employing 1 or 2 care workers
in most locations. Each sub-center is supposed to provide indispensable for up to 5,000 individuals. The sub-centers are complemented by community health workers under supervision of the sub-center. എന്താ പറയണത്? സബ് സെന്റേഴ്സ് ഉള്ളത്. സബ് സെന്ററിന് ഉദാഹരണം പറയാൻ പറ്റോ? ഹെൽത്ത് സെന്റർ മേക്കപ്പ് ഹെൽത്ത് സെന്റേഴ്സ് ആണ് കേട്ടോ. സബ് സെന്ററിന് ഉദാഹരണം ഹെൽത്ത് സെന്റേഴ്സ് ഇല്ലേ? അറിയോ ഹെൽത്ത് സെന്റർ? ഹെൽത്ത് സെന്റേഴ്സ് ആണ് സബ് സെന്ററിന് ഉദാഹരണം. ഇനി എന്താ സബ് സെന്ററിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഏത് ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത്? അത് റൂറൽ ഏരിയ. റൂറൽ ഏരിയ. ഏത് കെയറാ കൊടുക്കണേ? എന്ത് കെയറാ കൊടുക്കണത് രോഗികൾക്ക്? പ്രൈമറി കെയർ. എന്തൊക്കെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്രൈമറി മെഡിക്കൽ ഇമ്മ്യൂണൈസേഷൻ പ്രൈമറി സർവീസ്. അരീഫ എന്ന് പറഞ്ഞ അരീഫ. ബാക്കി എല്ലാവരും അരീഫ പറയും. ഓക്കെ. പ്രൈമറി പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെ കൊടുക്കണം അവർക്ക്? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യണേ? തേർഡ് സെന്റൻസിൽ എന്തൊക്കെയാ പറയണേ? ഇമ്മ്യൂണൈസേഷൻ. ഇമ്മ്യൂണൈസേഷൻ പറഞ്ഞാൽ എന്താ? ഇമ്മ്യൂണൈസേഷൻ പോളിയോ അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാല് പോളിയോ കൊടുക്കുക, അല്ലെങ്കിൽ കുത്തിവെപ്പ് നടത്തില്ലേ നമ്മള്, വാക്സിനേഷൻ കേട്ടോ. ഈ പറ നോക്കട്ടെ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. മെഡിക്കൽ സർവീസ്, ഇമ്മ്യൂണൈസേഷൻ, പിന്നെ അങ്ങനെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? എന്ത് സ്ട്രക്ചർ ആണ്? എന്താണ്? ടെമ്പററി സ്ട്രക്ചേഴ്സ്. താൽക്കാലികമാണ്. എന്താണ്? നിങ്ങളുടെ അടുത്തുള്ള ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ? അതെപ്പോഴും പ്രവർത്തിക്കോ? ആഴ്ചയിൽ 1-2 ദിവസവും മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ചിലപ്പോ ബുധനാഴ്ചയും ശനിയാഴ്ചയായിരിക്കും പ്രവർത്തിക്കുന്നത്. അങ്ങനെ എപ്പോഴും തുറന്ന് പ്രവർത്തിക്കില്ല. അതാണ് ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയാ? 1-2 employing one to workers in most locations. 1-2 workers മാത്രമേ most locationsൽ ഉണ്ടാവുള്ളൂ. മേൽനോട്ടത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാരാണ് സെന്റേഴ്സിന് എന്ത് ചെയ്യണത്? അത് നിയന്ത്രിക്കുന്നത്, മേൽനോട്ടം വഹിക്കുന്നത്. പിന്നെ എന്താണ്? 5000 ഇൻഡിവിജ്വൽസ് എന്ന് പറയണ്ടല്ലോ, എന്താ? 5000 വ്യക്തികൾക്ക് ഒരു ഉപകേന്ദ്രം എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. 5000 രോഗികൾക്കാണ് സേവനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മിസ് പറയാം, മ്യൂട്ട് ചെയ്യണേട്ട മിസ്. എന്താണ് സബ് സെന്റർ എന്ന് പറഞ്ഞാല്? ഹെൽത്ത് കെയർ സെന്റർ ഇല്ലേ, അതൊക്കെയാണ് സബ് സെന്ററിന് ഉദാഹരണമായിട്ട് വരുന്നത്. എന്താണ്? റൂറൽ ഏരിയാസിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പ്രൈമറി കെയർ ആണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്? മെഡിക്കൽ സർവീസസുകളും അതുപോലെ ഇമ്മ്യൂണൈസേഷൻ കുത്തിവെപ്പുകളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ്. പറഞ്ഞില്ലേ, ആഴ്ചയില് ചിലപ്പോ 2 ദിവസം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. താൽക്കാലികമായിട്ടുള്ള സ്ട്രക്ചർ ആണിത്. പിന്നെ 1-2 കെയർ വർക്കേഴ്സേ ഉണ്ടായിരിക്കുകയുള്ളൂ. 5000 ഇൻഡിവിജ്വൽസിനാണ് അവര് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ലേ? സിമ്പിൾ അല്ലേ? ചെറിയ പോയിന്റ് ആക്കി മിസ് പറഞ്ഞുതരാം കേട്ടോ. എഴുതിക്കോ, പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആണേ. ഹെഡിങ് കൊടുക്കാം, സബ് സെന്റർ.
ഫസ്റ്റ് പോയിന്റ് എഴുതാ. ഇറ്റ് പ്രൊവൈഡ് ബേസിക് primary care. ഇറ്റ് പ്രൊവൈഡ്, ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അതിൽ നോക്കി എഴുതിക്കോളൂ. ഫസ്റ്റത്തെ പോയിന്റ് ആണ് ഇറ്റ് പ്രൊവൈഡ് ബേസിക് പ്രൈമറി കെയർ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് basic medical service. It provides basic medical service. Medical service like immunization, സെക്കൻഡ് പോയിന്റ് ഞാൻ ഇതിലിട്ടുണ്ട് കേട്ടോ കമന്റ് ബോക്സിൽ. ഇറ്റ് പ്രൊവൈഡ്സ് ബേസിക് മെഡിക്കൽ സർവീസ് ലൈക്ക് ഇമ്മ്യൂണൈസേഷൻ. തേർഡ് പറയുന്നത് ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ. It is a temporary structure. It is a temporary structure. തേർഡ് പോയിന്റ് എഴുതിയാ? ഇറ്റ് ഈസ് എന്നാണ് ട്ടോ, അത് ടൈപ്പ് ചെയ്തപ്പോ തെറ്റിപ്പോയതാണേ. ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ. ഇനി ഫോർത്ത് പോയിന്റ് ആണ് പറയുന്നത് എംപ്ലോയിങ് 1-2 കെയർ വർക്കേഴ്സ്.
സോറി കേട്ടോ. ഇറ്റ് സർവ്, ഫിഫ്ത്ത് പോയിന്റ് ആണ്. ഇറ്റ് സർവ് 5,000 പീപ്പിൾ. ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് 5 പോയിന്റ്സും. സംശയമുള്ളവര് അതിനകത്ത് നോക്കി എഴുതണം കേട്ടോ. ഫിഫ്ത്ത് പോയിന്റ് ആണ്. ഇറ്റ് സർവ് 5,000 പീപ്പിൾ. എളുപ്പത്തിന് വായിക്കാൻ പറ്റില്ലേ ഈ പോയിന്റ്? പഠിക്കാൻ പറ്റില്ലേ? കൃത്യമായിട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് പറയണത്? ഇത് റൂറൽ ഏരിയാസിലാണ് ഉണ്ടാവുന്നത്. പ്രൈമറി കെയർ ആണ് കൊടുക്കുന്നത്. അതുപോലെ എന്താണ് മെഡിക്കൽ സർവീസ്, ഇമ്മ്യൂണൈസേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ്. പിന്നെ എന്താണ് എംപ്ലോയിങ് 1 to കെയർ വർക്കേഴ്സ് ആണ് ഉണ്ടാവുന്നത്. 5000 പേർക്കാണ് ഇത് സേവനം ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സെന്റർ നമുക്ക് നോക്കാം. പ്രൈമറി ഹെൽത്ത് സെന്റർ. നോക്കാം. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ. പ്രൈമറി ഹെൽത്ത് സെന്റർ. വായിച്ചൊന്ന് വായിച്ചോ. PHCs are usually small, about 5 beds, 1 to qualified doctors, and 40 paramedics and support staff. PHC is typically a referral unit for a sub-center cluster of about 6. The primary health care center are in charge of 6 sub-centers each. In addition to outpatient treatment, most PHC facilitate inpatient treatment with 4 to 6 beds. As per the plan, PHC serves 30,000 people. ഓക്കെ, എന്താ പറയണതിനകത്ത്? സിമ്പിൾ ആണല്ലോ, പറഞ്ഞു നോക്കി. PHCകൾ സാധാരണയായിട്ട് ചെറുതാണ്. 5 കിടക്കകളാണ്. 1 2 യോഗ്യരായ ഡോക്ടർമാരാണ്. 1 2 യോഗ്യരായ ഡോക്ടർമാരാണ് ഉണ്ടാവുക. പിന്നെ 14 പാരാമെഡിക്കൽ സപ്പോർട്ട് സ്റ്റാഫുകളും സാധാരണയായിട്ടുണ്ടാവും. പിന്നെ 6 സബ് സെന്റേഴ്സ് ആണ് ഉണ്ടാവുക. ഈ ഡോക്ടേഴ്സിനും പാരാമെഡിക്കൽ സ്റ്റാഫിനും ഉണ്ടാവുക. പ്രൈമറി ഹെൽത്ത് സെന്ററിനുള്ളത്. ഓക്കെ, പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലേ? ആ വരി വായിച്ചു നോക്കി, മനസ്സിലായില്ലേ? അത് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ ആർ ഇൻ ചാർജ് ഓഫ് 6 സെന്റേഴ്സ്. ഓക്കെ അല്ലേ? ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുനിന്ന് വരുന്ന രോഗി. വരെ കിടക്കുള്ള കിടത്തി ചികിത്സയാണ് സൗകര്യം. പിന്നെന്താ? 3000 പേർക്കാണ് 10,000 പേർക്ക് സർവേ ചെയ്തത്. 3000 മാത്രം, അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. അതാ മിസ് പറയുന്നത്. പറഞ്ഞോ. 30,000 പേർക്കാണ് PHC സേവനം ചെയ്യുന്നത്. നൽകുന്നത്. പിന്നെ ഇൻപേഷ്യന്റിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, പറഞ്ഞോ? ഇൻപേഷ്യന്റിന്റെ കാര്യം പറഞ്ഞോ? മിസ് കേൾക്കാണ്ടാണോ? ഇനി 4 മുതൽ 6 വരെയുള്ള അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നൽകുന്നത്. പറയാട്ടോ. അപ്പൊ നമ്മള് ഇനി നോക്കാൻ പോണത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. അതെന്താണ്? 5 ബെഡുകളുള്ള ഹോസ്പിറ്റലുകളായിരിക്കും. ഒരു ചെറിയ സ്മോൾ ടൈപ്പിലുള്ള ഒരു ഹോസ്പിറ്റലുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്.
അതായത് എന്താണ് 5 ബെഡുകളെ ആ ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു സ്മോൾ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആയിരിക്കും. അവിടെ എന്തായിരിക്കും 1 or 2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ 14 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്സുകൾ 14 എണ്ണമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ നോട്ട്സ് തരാം, മിസ് ഇത് പറഞ്ഞു കേട്ടേട്ടാ. ഓക്കെ, പിന്നെ എന്താണ് ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 6th സബ് സെന്ററിന്റെ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ 6 സബ് സെന്ററിന്റെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് 30,000 പേർക്കാണ് സേവനം ചെയ്യുന്നത്. പിന്നെ ഇൻപേഷ്യന്റ് സർവീസും ഔട്ട് പേഷ്യന്റ് സർവീസും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, OPG എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങുന്നു, പോകുന്നു, അങ്ങനെയുള്ള സർവീസസിനെയാണ് ഇൻപേഷ്യന്റ് സർവീസുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഔട്ട് പേഷ്യന്റ് സർവീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിടത്തി ചികിത്സിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ചില ഹോസ്പിറ്റലുകളിൽ 4 to 6 ബെഡുകൾ ഉണ്ടായിരിക്കും. അത്രയും രോഗികളെ ആയിരിക്കും അവിടെ ഈ 6 രോഗികളെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടത്തി ചികിത്സിക്കുള്ളൂ. അതിന് അപ്പുറം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ചികിത്സിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കില്ല. ഇപ്പോ എന്താണ് ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോ വല്ല പനിയോ എന്തെങ്കിലും വന്നിട്ട് ആന്റിബയോട്ടിക് ഒക്കെ കൊടുക്കേണ്ട ഇത് വരുമല്ലോ ഡോക്ടർക്ക്. സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടത്തി ചികിത്സിക്കും അയാൾ. ഓക്കെ, അതാണ് ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ 4 to 6 ബെഡേ ഉണ്ടാവുള്ളൂ ചില ഹോസ്പിറ്റലുകളിൽ. മാക്സിമം 5 ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ 4 to 6 ബെഡുകൾ ഉണ്ടാവാം. അത്രയും രോഗികളെ അവിടെ കിടത്തി ചികിത്സിക്കാനായിട്ട് സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ ആണോ? നോട്ട് തരട്ടെ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, എഴുതിക്കോളൂ. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് എഴുതി വെച്ച് പഠിക്കണേ, സിമ്പിൾ ആണ്. ഓക്കെ, primary health centers. PHC, primary health centers, are usually small, about 5 bed. ആ ഫസ്റ്റ് സെന്റൻസ് ആണ് ഞങ്ങൾ എഴുതിയാൽ മതി. PHC are usually small, about 5 bed. അതാണ് ഫസ്റ്റത്തെ സെന്റൻസ് കേട്ടാ. PHCs are usually small, about 5 bed. ഫസ്റ്റ് പോയിന്റ് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ അതിനകത്ത്. സെക്കൻഡ് പോയിന്റ് പറയട്ടെ. 1 to qualified doctors. 1 to qualified doctors. Third point, 14 paramedics and supporting staffs. 14 paramedics and supporting staff. Fourth point, PHC are in charge of PHC
are in charge of six subcenter. And fifth point, it provide outpatient and inpatient service. It provides outpatient and inpatient service. Sixth point, it serve ട്ടാ. It serve 30,000 people. It serve 30,000 people. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താണ്? സ്മോൾ ആയിരിക്കും, 5 ബെഡേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ 1 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, 14 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താ പറഞ്ഞത്? 6th സബ് സെന്ററിന്റെ ഇൻചാർജ് വഹിക്കുന്നു. അതുപോലെ എന്താണ്? ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത പോയിന്റ് എന്താണ് പറഞ്ഞത്? PHC സർവ് എന്താണ്? 30,000 പീപ്പിൾ അല്ലെ, 30,000 പീപ്പിൾസിന് എന്ത് ചെയ്യുന്നു? സേവനം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ പോയിന്റ്? ഇനി പറയണോ മിസ്? വായിച്ചാ മനസ്സിലാവുമല്ലോ. ഓക്കെ. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആരാ വായിക്കാം? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആര് വായിക്കും? The secondary sector of the Indian health care system contains rural hospital and community health center CHCs serving for PHCs. The CHC specialized medical service are mental for 102,000 people. Community health center are supposed to have at least 13 beds and operation theater, a laboratory, X-ray facilities, as well as a team of 4 medical specialists. എന്താ മനസ്സിലായേ? Indian ശരിയാണ്. ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനകത്തുള്ള സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. പിന്നെ എന്താ പറഞ്ഞ? 102,000 പീപ്പിളിന്റെ സർവ് നടത്തുന്നുണ്ട്. എന്ത് എന്താണ് പറഞ്ഞത്? ഗ്രാമപ്രദേശങ്ങളിലൊക്കെ CHCയുടെ 4 PHC ചേർന്നിട്ട് റൂറൽ ഹോസ്പിറ്റൽസും കമ്മ്യൂണിറ്റി ഹെൽത്ത് ഹോസ്പിറ്റൽസും സെർവ് ചെയ്യുന്നുണ്ട്. എത്ര PHC? 4 PHC. 4 PHC. സർവേ. പിന്നെ
എത്ര പേർക്കാ സർവീസ് കൊടുക്കണത്? 1,20,000 പീപ്പിളിനാണ് ഈ CHSC സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ സർവീസിന്. ഓക്കെ, പിന്നെന്താ? ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ് എങ്കിലും ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? പിന്നെ അതിനകത്ത് ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ് അങ്ങനെയുള്ള, പിന്നെ 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ചേർന്നിട്ടുള്ള ഒരു ടീമും ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ കണ്ടിട്ടില്ലേ മറ്റേ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലേ? അതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന് എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, പ്രൈമറി ഹെൽത്ത് സെന്ററിന് എന്താ എക്സാമ്പിൾ പറഞ്ഞത്? പറഞ്ഞില്ലല്ലോ നമ്മള്. എന്തായിരിക്കും പ്രൈമറി ഹെൽത്ത് സെന്ററിന് എക്സാമ്പിള്? പ്രൈമറി ഹെൽത്ത് സെന്റർ ആണോ? ആരോഗ്യ കേന്ദ്രം കേട്ടിട്ടുണ്ടോ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. സെന്റർ എന്തിന് എക്സാമ്പിൾ ആയിരുന്നു? സബ് സെന്ററിന്. അപ്പോ പ്രൈമറി ഹെൽത്ത് സെന്ററിന് എന്തായിരുന്നു എക്സാമ്പിള്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന് എന്താണ് എക്സാമ്പിള്? ഗവൺമെന്റ് ഹോസ്പിറ്റലുകളില്ലേ? ഓക്കെ, അതാണ് എക്സാമ്പിൾ. മീൻസ് പറയാട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി സെക്ടർ ആണ്. സെക്കൻഡറി സെക്ടറിൽ വരുന്നൊരു എന്താണ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. അതുപോലെ എന്താണ് 4 PHSനെയാണ് മുകളിൽ പറഞ്ഞില്ലേ നമ്മള്. ഈ 4 PHC എന്ന് പറഞ്ഞില്ലേ, ഈ 4 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് എന്താണ് സർവ് ചെയ്യുന്നുണ്ട്, ഇൻചാർജ് വഹിക്കുന്നുണ്ട്. PHC ആരെയാണ് ഇൻചാർജ് വഹിക്കുന്നത്? PHC ആരെയാണ് ഇൻചാർജ് വഹിക്കുന്നത്? സബ് സെന്റേഴ്സിനെ. അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന് ഇൻചാർജ് വഹിക്കുന്നത് ആരാ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ PHSനെ, 4 PHSനെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. അതുപോലെ അവിടെ എത്ര പേർക്കാണ് സർവീസ് അല്ലെങ്കിൽ സേവനം ചെയ്യുന്നത്? എത്ര പേർക്കാണ് സേവനം കൊടുക്കുന്നത്? 1,20,000. അതൊക്കെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന്റെ കാര്യമാണ് മിസ് പറയുന്നത്. 1,20,000 പേർക്കാണ് സർവീസ് അല്ലെങ്കിൽ സേവനം നൽകുന്നത്. അതുപോലെ എന്താണ് അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ് അല്ലെ? PHSയിൽ എത്ര ബെഡാണ് ഉണ്ടായിരുന്നത്? PHSയുടെ കാര്യം മിസ് ചോദിച്ചത്. PHSയിൽ എത്ര ബെഡാണ്? 6ഓ 5ഓ ശരിയാണ് കേട്ടോ, അത്രയും. ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ വരുമ്പോ എത്ര ബെഡ് ഉണ്ടാവും? അറ്റ്ലീസ്റ്റ് എത്ര ബെഡ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് അവിടെ വരുമ്പോ 30 ബെഡുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, ലബോറട്ടറി ഉണ്ടാവും, എക്സ്റേ ഫെസിലിറ്റീസ് ഉണ്ടാവും, അതുപോലെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ അല്ലെ, ഇപ്പൊ ഓർത്തോ, ENT, പീഡിയാട്രീഷ്യൻ അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകളും അവിടെ ഉണ്ടാകും. ഓക്കെ ആണോ? നോട്ട് പറഞ്ഞു തരട്ടെ? മനസ്സിലായില്ലേ ഇത്? ഓക്കെ, നോട്ട് ചെയ്തിക്കോട്ടാ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ് ആണ് സെക്കൻഡറി സെക്ടർ ഓഫ് ദ ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. secondary sector of Indian healthcare system. Secondary sector of Indian healthcare system.
ഈ സെക്കൻഡ് പോയിന്റ് ആണ് CHC serve 4PHC. CHC serve 4PHC. The third point, it serve 1,20,000 people. People. Fourth point, it is supported to have at least 30 birds, operation theater, laboratory, X-ray are available in CHC. Are available in CHC. Next point, the team of four medical specialists. കിട്ടിയോ? എഴുതിയോ എല്ലാവരും? ഓക്കെ. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സില് എന്താണ് പറഞ്ഞത്? ഇതൊരു സെക്കൻഡറി സെക്ടർ ആണ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ. അതുപോലെ എന്താണ് 4 PHSനെ സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ 1,02,000 പീപ്പിൾസിന് സേവനം നൽകുന്നുണ്ട്. അതുപോലെ എന്താണ് അവിടെ എന്താണ് അറ്റ്ലീസ്റ്റ് 30 ബെഡ്, അതുപോലെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, എക്സ്റേ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളെയും എന്താണ് അറ്റ്ലീസ്റ്റ് എന്താണ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇങ്ങടുത്തെ ക്ലാസ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. എന്തൊക്കെയാ നമ്മൾ ഇന്നെടുത്തെ? നാച്ചുറോപ്പതി,
നാച്ചുറോപ്പതി ഹോമിയോപ്പതിനെ കുറിച്ച് പിന്നെ ഹോമിയോപ്പതിയുടേത് ആ ഹസ്ന ഒന്ന് പറഞ്ഞേ. ഹസ്ന നാച്ചുറോപ്പതിയിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഹസ്ന ഒന്ന് പറഞ്ഞേ. ഹസ്ന പ്രമോദ് പ്രമോദ് ഒന്ന് പറഞ്ഞേ. പ്രമോദ് This rise on to accumulation of morbid matter in the body and is ആ copies എന്താ പറഞ്ഞേ? നാച്ചുറോപ്പതിയിൽ എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ഫാറ്റിന് ഫാറ്റിന് ശരീരത്തിലെ വിഷപദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗങ്ങൾ രോഗങ്ങളാണ് നാച്ചുറോപ്പതിയിൽ എത്ര രോഗങ്ങൾ തടയുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്താ പറഞ്ഞത്? പ്രതിരോധ പ്രതിരോധ ശക്തി. പിന്നെന്താ നമ്മൾ അടുത്തത് പഠിച്ചത്? Father of the homeopathy. Homeopathy, naturopathy is the medical system based on the belief that body can cure itself. ശരീരത്തിന് മാറ്റാൻ ഉള്ള കഴിവുണ്ട്. ശരീരത്തിന് മാറ്റാനുള്ള കഴിവുണ്ട്. ഓക്കെ ഓക്കെ. അലോപ്പതി സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പബ്ലിക് പ്രൈവറ്റ് സെക്ടർ ഇൻഫോർമൽ നെറ്റ്വർക്ക് അത് ഫസ്റ്റ് ഫേസിലെ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞേ. ഫസ്റ്റ് ഫേസിലെ ടിബി ഒന്ന് പറഞ്ഞേ. TBCH എന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഫേസിലെ ടിബി ഉണ്ടോ? സ്കൃതി ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ സ്കൃതി. first initiated phase. വേഗം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം പോവാം. റസിയ പറ. ഒന്നാമത്തെ ഫേസ് 1947 മുതൽ 1983 വരെയാണ് ഇതിന്റെ കാലഘട്ടം. അതിലെ 2 പ്രിൻസിപ്പൾസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തത് ക്യാഷിന്റെ കുറവ് കാരണം ആർക്കും തന്നെ ട്രീറ്റ്മെന്റുകൾ നിരസിക്കരുത്. രണ്ടാമത്തെ ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം നൽകേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി സെക്കൻഡ് ഫേസിൽ എന്താ പറഞ്ഞേ? സെക്കൻഡ് ഫേസില് പാതി ഒന്ന് പറഞ്ഞേ. സെക്കൻഡ് ഫേസ് പാതി ഉണ്ടോ പറഞ്ഞേ? 1983 സുനൈന ഒന്ന് പറ. സുനൈന പറഞ്ഞോ. 1983 to 2000 വരെയാണ് എന്റെ കാലഘട്ടം. ഗവൺമെന്റിന് ഒറ്റയ്ക്ക് ഹെൽത്ത് കെയർ കൊടുക്കാൻ പറ്റാണ്ടായപ്പോഴേക്കും പ്രൈവറ്റ് സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. ഹെൽത്ത് കെയർ അവരും കൂടി ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. മെഡിക്കൽ ക്യാമ്പൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. രോഗികൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനായിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ഹെൽത്ത് സെന്റർ ആണ്. സെന്റേഴ്സ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ സർവീസ് കൊടുക്കുന്നു. Provide basic primary care ആണ്. Provide basic medical service like immunization. It is a temporary structure employing one to workers. It serves 5,000 people.
സേവനം ചെയ്യുന്നു. ഇനി പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എങ്ങനെയാണ്? പ്രൈമറി ഒരാള് ഹസ്ന എന്ന് പറഞ്ഞേ. ഹസ്ന പറഞ്ഞേ. മാർട്ടിൻ പറ. ജോസ്ന പറയാന്ന ആരെങ്കിലും ഒരാൾ പറ. 5 ബെഡ് ഹോസ്പിറ്റൽസ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ സ്മോൾ ടൈപ്പ് ഹോസ്പിറ്റൽ ആയിരിക്കും. ടു ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ 14 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. PHC ഇൻചാർജ് സബ് സെന്റർ കാണപ്പെടും അതിനകത്ത്. ഇൻചാർജ് സബ് സെന്ററിന് പിന്നെ പറയുന്നത് ഔട്ട്പേഷ്യന്റ് സർവീസ് ഉണ്ടായിരിക്കും. 30,000 സർവ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് കൂടി ഒന്ന് പറഞ്ഞോ. Secondary sector of the Indian healthcare system. For PHC ഇന്ത്യൻ ഹെൽത്ത് സെന്റർ സിസ്റ്റംസിൽ 120,000 people സർവ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ് 30 beds, operation theatre, laboratory. എല്ലാം ഈ PHC അവൈലബിൾ ആണ്. പിന്നെ 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ട്. പിന്നെ താലൂക്ക് ഹെൽത്ത് സെന്റേഴ്സിന് എക്സാമ്പിൾ ആയിരിക്കും. മാം എക്സാമ്പിൾ ഒന്നുകൂടെ പറയോ? എന്താണ് PHC എക്സാമ്പിൾ ഒന്നുകൂടെ പറയോ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അതെന്താ ഹെൽത്ത് സെന്റർ ആണോ? അല്ല ഹെൽത്ത് സെന്റർ അല്ല. ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞത് നമ്മൾ എന്താണ് മറ്റേ കുട്ടികൾക്ക് വാക്സിനേഷൻ ഒക്കെ എടുക്കാൻ പോവില്ലേ? നമ്മള് ഗർഭിണികളായിരിക്കും കുത്തിവെപ്പ് എടുക്കാൻ പോവില്ലേ? അത് സബ് സെന്റർ. അത് സബ് സെന്ററിന് എക്സാമ്പിൾ അല്ലേ? സബ് സെന്ററിന് എക്സാമ്പിൾ ആണ്. ഇത് ആരോഗ്യ കേന്ദ്രത്തിന്റെ എക്സാമ്പിൾ ആണ് ഉദ്ദേശിച്ചത്. താങ്ക് യു. പഠിച്ചിട്ട് പറഞ്ഞോട്ടോ നാളെ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ട്. ഞാനായിരിക്കില്ല, വന്ദന മിസ് ആയിരിക്കും മൺഡേ കേട്ടോ. ചോദിക്കാനായിട്ട് രണ്ടും ന്യായം ഉണ്ട്. സാറ്റർഡേ ക്ലാസ് നല്ല കാര്യമായിരുന്നു.